നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ്. അതിന്റെ പ്രയോജനം ആർക്കൊക്കെയാണ് ലഭിക്കുക, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു നാട്ടിലെത്തിയവർക്ക് ലഭ്യമാകുന്നതെന്ന് നോക്കാം. തിരികെ എത്തിയ പ്രവാസി കേരളീയർക്ക് വേണ്ടി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതിയാണ് സാന്ത്വന. ഈ പദ്ധതി പ്രകാരം മരണപ്പെട്ട പ്രവാസികളുടെ ആശ്രിതർക്ക് മരണാനന്തര ധനസഹായമായി 1 ലക്ഷം രൂപ വരെയും തിരികെ എത്തിയവരും വിവിധ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരുമായ പ്രവാസികൾക്ക് ചികിത്സാ ധനസഹായമായി 50,000 രൂപ വരെയും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തിരികെ എത്തിയ പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായമായി 15,000 രൂപ വരെയും ധനസഹായം നൽകി വരുന്നു. കൂടാതെ പ്രവാസികളായ കേരളീയർക്കും അവരുടെ ആശ്രിതർക്കും അംഗവൈകല്യ പരിഹാരത്തിനായി കൃത്രിമ കാലുകൾ, ഊന്നുവടി, വീൽ ചെയർ മുതലായവ വാങ്ങുന്നതിന് പരമാവധി 10,000 രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളതെന്ന് നോക്കാം. അപേക്ഷകന്റെ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ അധികമാകാൻ പാടില്ല. കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ചവരായിരിക്കണം. തിരികെ എത്തിയിട്ട് വിദേശത്ത് ജോലി ചെയ്ത കാലയളവ് അല്ലെങ്കിൽ 10 വർഷം, ഇതിലേതാണോ കുറവ് ആ സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അപേക്ഷ സമർപ്പിക്കുമ്പോഴും ധനസഹായം സ്വീകരിക്കുമ്പോഴും അപേക്ഷക വിദേശത്തായിരിക്കാൻ പാടില്ല. ഇതിന് അപേക്ഷിക്കേണ്ടത് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ www.norcaroots.org വഴിയാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ ഏതൊക്കെ തരത്തിലുള്ള ധനസഹായങ്ങളാണ് കിട്ടുന്നത് നോക്കിയാലോ. ചികിത്സാ ധനസഹായം, മരണാനന്തര ധനസഹായം, വിവാഹ ധനസഹായം, ഭിന്നശേഷി ഉപകരണം, ഇത്രയും ധനസഹായങ്ങളാണ് പ്രവാസി മലയാളികൾ തിരിച്ചെത്തി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അതിൽ ചികിത്സാ ധനസഹായത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പാസ്പോർട്ട്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബില്ലുകൾ, അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകയുടെ ആധാറിന്റെ പകർപ്പ്, പ്രവാസിയുടെ ആശ്രിതർക്കാണ് ധനസഹായം നൽകുന്നതെങ്കിൽ ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഇത്രയുമാണ് ചികിത്സാ ധനസഹായത്തിന് ആവശ്യമായ രേഖകൾ. ഇനി മരണാനന്തര ധനസഹായത്തിന് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് നോക്കാം. പാസ്പോർട്ട്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ആധാറിന്റെ പകർപ്പ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ മാത്രം, അന്വേഷണ സമയത്ത് ആവശ്യമെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയാണ് ഹാജരാക്കേണ്ടത്. അടുത്തതായി വിവാഹ ധനസഹായത്തിന് എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടതെന്ന് നോക്കാം. പാസ്പോർട്ട്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, പ്രവാസിയുമായി ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടുന്നത്, അപേക്ഷകന്റെ ആധാറിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഇത്രയും രേഖകളാണ് വിവാഹ ധനസഹായത്തിന് ആവശ്യമുള്ളത്. ഭിന്നശേഷി ഉപകരണത്തിനാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ പാസ്പോർട്ട്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, അംഗവൈകല്യം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ ആധാറിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്. കൂടാതെ ഈ പറഞ്ഞ രേഖകൾ കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അധിക രേഖകൾ ആവശ്യമാണെന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ സമയബന്ധിതമായി പ്രസ്തുത രേഖകളും സമർപ്പിക്കേണ്ടതാണ്. തിരികെ എത്തിയ പ്രവാസികളിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരെയാണ് സാന്ത്വന ധനസഹായത്തിനായി പരിഗണിക്കുന്നത്. പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ആവശ്യമായ രേഖകൾ അപേക്ഷകരുമായോ ആശ്രിതരുമായോ നേരിട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, സർക്കാരിന്റെ ഉത്തരവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ധനസഹായം അനുവദിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ ഏത് ഘട്ടത്തിലും അവർ നിരസിക്കാവുന്നതാണ്. ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിട്ടും അപേക്ഷ സമർപ്പിക്കാനോ സാമ്പത്തിക സഹായം നേടിയെടുക്കാനോ അറിവില്ലായ്മ മൂലം പലർക്കും കഴിയാറില്ല. നമ്മുടെ വീഡിയോ അതിനുള്ള ഒരു ഉപകരണമാവട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി വരുന്നതുവരെ ബൈ ബൈ.